നമസ്കാരം. ജിഷ്ണുവിന്റെ കുടുംബത്തോട് നീതി പുലർത്തിയെന്ന് മുഖ്യമന്ത്രി അല്പസമയം മുൻപ് പറയുകയുണ്ടായി. അതേസമയം കഴിഞ്ഞ സംഭവങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ടോ? പോലീസ് ഇക്കാര്യത്തിൽ ചില ജാഗ്രതകൾ പുലർത്തേണ്ടിയിരുന്നില്ലേ? വിഷയങ്ങൾ പരിശോധിക്കുകയാണ്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട വലിയ വിദഗ്ധർ നമ്മോടൊപ്പം പങ്കുചേരും. ജിഷ്ണുവിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇനിയൊരു ജിഷ്ണു ഉണ്ടാകരുതെന്ന് സർക്കാരിന് നിർബന്ധമുണ്ട്. ജിഷ്ണുവിന്റെ അമ്മയെ പോലീസ് വലിച്ചിഴച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. വലിയൊരു ചിത്രം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടന്നു. ഈ അമ്മയെ വല്ലാതെ റോഡിലൂടെ വലിച്ചിഴച്ചു എന്നൊരു ചിത്രം വരുന്നത്. പക്ഷെ ദൃശ്യമാധ്യമങ്ങള് ഒരു ഉപകാരം ചെയ്തു. ആ ദൃശ്യങ്ങൾ ശരിയായി കാണിച്ചു. ദൃശ്യങ്ങൾ ശരിയായി കാണിച്ചപ്പോ ഇവർ കടന്നിരിക്കുന്നു. കിടന്നെ അവരെ കൈകൊടുത്ത് പോലീസുകാരികൾ പൊക്കാൻ നോക്കുന്നു. ഇത് വലിച്ചിടക്കലായിട്ട് ചിത്രീകരിച്ചെങ്കിലും ദൃശ്യത്തിൽ ശരിയായി പൊക്കുന്ന ചിത്രമായിട്ട് തന്നെ വന്നു. അപ്പോ ഒരു ഗവൺമെന്റ് എന്ന നിലക്ക് ജിഷ്ണുവിന്റെ കുടുംബത്തിന് നീതി ചെയ്യാനുള്ള എല്ലാ നടപടികളും സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് പറയാനുള്ളത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാന പോലീസ് മാറേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് പ്രമുഖ ക്രിമിനോളജിസ്റ്റ് ശ്രീ ജെയിംസ് വടക്കഞ്ചേരി. റിട്ടയർഡ് SP ജോർജ് ജോസഫും തത്സമയം നമ്മോടൊപ്പം പങ്കുചേരും. അതിഥികൾ ടെലിഫോൺ ലൈനിൽ ചേരും. അതിനുശേഷം മറ്റ് അതിഥികൾ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ, മുഹമ്മദ് റിയാസ്, ഒപ്പം തന്നെ DGPയെ കൂടി തത്സമയം ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ സംസ്ഥാന പോലീസിനെ ഒരുപക്ഷെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന സംഭവങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ സർക്കാർ വിദഗ്ധമായി, കാരണം ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത രീതിയിലുള്ള വസ്തുതാപരമായി പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഇല്ല എന്ന് മറുവശം കൂടി ഉണ്ട്. ഇത്തരത്തിലൊക്കെ നോക്കിയാൽ കഴിഞ്ഞാൽ കൂടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇന്നലത്തെ സംഭവത്തിൽ തുടർന്നുണ്ടായിട്ടുള്ള ഇടപെടലുകൾ, പ്രതികരണങ്ങളിലൊക്കെ തന്നെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? താങ്കൾ എങ്ങനെ കാണുന്നു? ഞാൻ കാണുന്നത്, അതായത് മാൻ മാനേജ്മെൻറ്റ്, മോബ് മാനേജ്മെൻറ്റ്, അതുപോലെ റൈറ്റ് മാനേജ്മെൻറ്റ്, ക്രൗഡ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം വളരെ വികസിച്ച ശാസ്ത്രശാഖകളാണ്. ഈ ആയുധങ്ങളില്ലാതെ തന്നെ, ഇതുപോലെ ബഹളമൊന്നും കൂട്ടാതെ തന്നെ ഇങ്ങനെയൊക്കെയുള്ളതായ അവസരങ്ങളിൽ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളതിന് ജപ്പാനിലൊക്കെ റൈറ്റ് പോലീസ് എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. അപ്പോൾ എനിക്ക് ഈ സീനുകളൊക്കെ കണ്ടപ്പോൾ തോന്നിയത്, ആ സിറ്റുവേഷനെ വളരെ പ്രൊഫഷണലായിട്ട് കൈകാര്യം ചെയ്യാൻ പോലീസ് പരാജയപ്പെട്ടു എന്നുള്ള തോന്നലാണ് എനിക്കുണ്ടായത്. ഇപ്പം ഞാൻ ചിന്തിച്ചത്, ഇപ്പം ആ അമ്മയെ അവിടെ നിന്ന് മാറ്റാനായിട്ട് നമ്മൾ യാതൊന്നുമില്ലാതെ പോകുന്നതിന് ഒരു സ്ട്രെച്ചർ അവിടെ കൊണ്ടുപോയിട്ട് എങ്ങനെയെങ്കിലും ആ അമ്മയെ ആ സ്ട്രെച്ചറിലേക്ക് എടുത്ത് അവിടെ നിന്ന് കൊണ്ടുപോയാൽ ഈ വലിച്ചഴച്ചു എന്നുള്ള പരാതികളൊക്കെ ഉണ്ടാവില്ല. എങ്ങനെ ആ അമ്മയെ ഈ പ്രശ്നങ്ങളില്ലാതെ അവരെ സ്ട്രെച്ചറിലേക്ക് കയറ്റി ഇരുത്താം എന്നുള്ളതൊക്കെ ശരിക്കും പരിശീലനം അവർക്ക് ലഭിച്ചാൽ അത് നടക്കാവുന്നുള്ളൂ. രണ്ടാമത് ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, ഇന്നലത്തെ സംഭവം സൂചിപ്പിക്കുന്നത് പോലും ഒരു പോലീസിന്റെ നവീകരണത്തിൽ അല്ലെങ്കിൽ ഒരു പരിഷ്കാര നടപടികൾ അല്ലെങ്കിൽ പരിശീലനത്തിൽ പറ്റിയ പിഴവാണോ അവിടെ കണ്ടത്? കഴിഞ്ഞ ദിവസം പിഴവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വിപ്മെന്റ്സ് ഒക്കെ ആവശ്യത്തിന് ഉണ്ടോ? അല്ലെങ്കിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ക്രൈസിസുകളിൽ ഇടപെടുന്ന രീതിയിൽ, പ്രായോഗികമായി ഇടപെടുന്ന തരത്തിലേക്ക് പോലീസിനെ പാകമാക്കുന്ന തരത്തിലേക്കുള്ള ഇക്വിപ്മെന്റ്സ് നമ്മുടെ കൈവശം ഉണ്ടോ? അതോ അത് ഉപയോഗിക്കാത്ത ഒരു ബുദ്ധിശൂന്യതയാണോ? എക്യുപ്മെൻറ്റ്സ് ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഇതുപോലെയൊക്കെയുള്ളതായ കാര്യങ്ങളിൽ ആളുകളുടെ ബഹളവും ലഹളയും ഒക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ബാരിക്കേഡ് സിസ്റ്റം എന്ന് പറയുന്ന സംഗതിയുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതായ ഈ ബാരിക്കേഡ്സൊക്കെ ഒരു ജാമ്പുവൻകാല ബാരിക്കേഡുകളാണ്.
50 കൊല്ലം പഴക്കം ഒരുതരം കെട്ടുവള്ളം പോലുള്ള ഈ ബാരിക്കേഡ് പിടിച്ച് വലിച്ച് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ആ ബാരിക്കേഡ് കൊണ്ടുവയ്ക്കുക, അതിന് പുറകിൽ വേറെ ഒരെണ്ണം വെക്കുന്നു. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഒരു ബാരിക്കേഡ് കടന്ന ആൾ പുറത്തേക്ക് വന്നാൽ തന്നെ മറ്റേ ബാരിക്കേഡിന് ഇടയിലിട്ട് അവരെ നമുക്ക് അപ്പോൾ ആളുകളുടെ തള്ളിച്ചൊക്കെ കുറയും. അതുകൊണ്ട് മൾട്ടിപ്പിൾ ബാരിക്കേഡ്, ഇപ്പം ഇന്നലെ ആ സംഭവം ഉണ്ടായ സ്ഥലത്ത് ഒരു മൾട്ടിപ്പിൾ ബാരിക്കേഡൊക്കെ വെച്ചിരുന്നെങ്കിൽ ആ ആളുകളങ്ങനെ ഈ കൂട്ടത്തോട് വന്ന് ബഹളം ഉണ്ടാക്കില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ മാനേജ്മെൻറ്റ് ആസ്പെക്ട്സിൽ ക്രൗഡ് മാനേജ്മെൻറ്റ്, അത് ലോ ആൻഡ് ഓർഡർ മാനേജ്മെൻറ്റ്, അതിനകത്ത് ഈ ബാരിക്കേഡ്സൊക്കെ ഒന്ന് നവീകരിക്കുകയും അതൊക്കെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇന്നലെ ഈ സംഭവം ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് ബന്ധമൊക്കെ വന്നത്, ഈ ഹർത്താലൊക്കെ വന്ന കാര്യം. അപ്പം നമ്മളൊരു 10-25 ലക്ഷം രൂപ മുടക്കി ഈ ബാരിക്കേഡ് ഉണ്ടാക്കിയാൽ ഇന്ന് 1000 കോടി രൂപയുടെ നഷ്ടം വന്നേക്കാണ്. കാരണം കേരളത്തിൽ മുഴുവനും ബന്ധായതുകൊണ്ട് വാഹനങ്ങളുടെയും ഈ കടകളൊക്കെ അടഞ്ഞു കിടന്നുകൊണ്ട് ഉണ്ടായ നഷ്ടം 1000 കോടിയിലേറെയാണ്. പക്ഷേ നമുക്ക് ഈ ബാരിക്കേഡൊക്കെ ഉണ്ടാക്കാനായിട്ട് കൂട്ടിയത് 10-25-30 ലക്ഷം രൂപയെ വരുള്ളൂ. അത് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഇതുപോലെയുള്ളതായ ആധുനിക രീതിയിലുള്ളതായ ക്രൗഡ് മാനേജ്മെൻറ്റ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുക, അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായ പരിശീലനം കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ളതായ ആളുകളെ നമുക്ക് ആളുകൾക്ക് അരോചകം ഉണ്ടാക്കാത്ത വിധത്തിൽ ആളുകൾക്ക് ഇപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് ഒത്തിരി വികാരം വന്നുപോയി. കാരണം ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ന ആളെ അറസ്റ്റ് ചെയ്യണം എന്ന് കൈ ചൂണ്ടിക്കാണിച്ച് അവർ അറസ്റ്റ് ചെയ്യണമെന്ന് കേരളത്തിൽ ഇങ്ങനെയുള്ളതായ ആളുകൾ മുഴുവനും കൂടി വന്ന് നമ്മുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വന്ന് പറഞ്ഞാൽ അവർ വിഷമിച്ച് പോവുള്ളൂ. കാരണം ഇത് ആ കുറ്റം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനാണ് തീരുമാനിക്കേണ്ടത് ആരെ അറസ്റ്റ് ചെയ്യണം. അവിടെ നിയമത്തിന്റെ വലിയൊരു പ്രശ്നം കൂടി ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ നിരവധി അല്ലെങ്കിൽ ചില എത്രയോ പ്രമാദമായ കേസുകൾ അന്വേഷിച്ച വ്യക്തിയും ഒപ്പം കൈകാര്യം ഇത്തരം ക്രൈസിസ് ഘട്ടങ്ങളിലൊക്കെ തന്നെ കൈകാര്യം ചെയ്ത വ്യക്തിയുമാണ്. ആ കാലഘട്ടം തൊട്ട് ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്ത് ഇന്നും ഒരു മാറ്റവും അല്ലെങ്കിൽ പോലീസിൻ്റെ നിലപാടിലൊരു മാറ്റവും വരില്ല. കാരണം ഇവിടെ പൊതുസമൂഹം, കേരളം ഒക്കെ തന്നെ നമ്മൾ വൈകാരികമായി ഇടപെടുമ്പോഴും വലിയ അർത്ഥത്തിലൊരു നിയമപ്രശ്നം അത് ഈ കേസിലുണ്ട്. അതിനപ്പുറത്തേക്ക് പൊതുസമൂഹം കൊടുക്കുന്ന വൈകാരിക തലം ഇതൊക്കെ കണ്ട് വളരെ സമചിത്തതയോടുകൂടി ബുദ്ധിപരമായി ഇടപെടുന്നതിന് പകരം കഴിഞ്ഞ ദിവസം പോലും കണ്ട പോലീസിൻ്റെ ചില നിലപാടുകൾ ഇതൊക്കെ ഒരു പരിശീലനത്തിൻ്റെ കുറവാണോ? അവിടെ വ്യക്തമായ രീതിയിലുള്ള മുൻകരുതലുകൾ ഉണ്ടായിട്ടുകൂടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന വലിയ വീഴ്ചയാണോ? എങ്ങനെയാണ് താങ്കൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ ആ ചരിത്രമൊക്കെ അറിയാവുന്ന ഇടപെട്ടിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ താങ്കൾ മനസ്സിലാക്കുന്നത്? ഇന്നലത്തെ എന്തായാലും പോലീസിൻ്റെ തന്ത്രപരമായ പരാജയം തന്നെ ആയിരുന്നു, യാതൊരു സംശയമില്ല. കാരണം 21 പേരേ ഉള്ളൂ, ഒരു 500 പോലീസുകാരും അവിടെ ഉണ്ടായിരുന്നു. 21 പേരിൽ ആ വീട്ടുകാർ 14 പേരുണ്ട്, പോയിട്ട് 7 പേര്. അതിനകത്ത് വന്ന ഷാജഹാനും പിന്നെ അതിൻ്റെ ഒരു SUC-ക്കാർ 2 പേരും, തോക്ക് സ്വാമി എന്ന് പറഞ്ഞ ഒരു പാവം സ്വാമി, തോക്കുന്ന പേരേ ഉള്ളൂ. അത് അവർ 4-5 പേര് മാത്രമേ ഉള്ളൂ അവരുടെ കൂടെ. ആരെങ്കിലും സഹായിക്കാൻ വന്ന് അവരാരും വിപ്ലവം ഉണ്ടാക്കാനോ അവിടെ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും വന്നല്ല. 21 പേര്, ആ 21 പേരെ കൈകാര്യം ചെയ്യാൻ ഈ കേരളം മുഴുവൻ ഇരുന്ന ആൾക്കാർ ലൈവ് ഷോ പോലെ ഇരുന്ന് അത് കണ്ടു. ഒരു അമ്മയുടെ നിലവിളി, അത് പോലീസിൻ്റെ ഭാഗത്തുള്ള ഭയങ്കര വീഴ്ച തന്നെ, പോലീസിൻ്റെ ഭാഗത്ത് പരാജയം തന്നെയാണ്. ഇവിടുത്തെ കഴിഞ്ഞ 10-15 വർഷമായിട്ടുള്ള DGP-മാരുടെ എല്ലാ DGP-മാരുടെയും ഭരണം പരാജയം തന്നെയാണ്. കാരണം പോലീസ് സ്റ്റേഷനിൽ എന്താണ് നടക്കുന്നതെന്ന് ഈ DGP-മാർക്ക് ഇന്നും അറിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവിടുത്തെ ഇന്നലത്തെ പ്രശ്നത്തിൽ കുറേ സീനിയർ ഓഫീസേഴ്സിനെ ആരെയെങ്കിലും അവിടെ നിർത്തിയിട്ടുണ്ടോ? ഇല്ലായിരുന്നു. ഈ ലോക്കലായ 2-3 ഓഫീസേഴ്സാണ് അത് കൈകാര്യം ചെയ്തത്. ഒരമ്മയെ ദുഃഖം പേറി വരുന്ന കേരളത്തിൻ്റെ മുഴുവൻ മനസാക്ഷി ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ്. ആ അമ്മ വരുമ്പം അത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവരാതെ അതിന് മുമ്പ് അത് തീർക്കാറുണ്ട് ഒരു കഴിവ് പോലീസിന് ഉണ്ടാകണമായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? അവരെ നീക്കിയ തന്നെ അത് നന്ദാവന AR ക്യാമ്പിൽ ഈ സമരക്കാരെ കൊണ്ടുപോയതും ശരിയല്ല. അവരെ അവിടുന്ന് നേരെ പേരുക്കട ആശുപത്രി കൊണ്ടുപോയതും ശരിയല്ല. ജോർജ് ജോസഫ്, പോലീസ് ആ ഘട്ടത്തിലൊക്കെ ഒരു ആത്മസംഘർഷം നേരിടുന്നുണ്ടോ? കാരണം ഇവിടെ ഇന്നലെ നടന്ന സംഭവത്തിൽ പോലും ചില കൂട്ടിച്ചേർക്കലുകൾ അല്ലെങ്കിൽ പൊലിപ്പീര്
ഈ സംഭവത്തിൽ നടന്നിട്ടുണ്ട്? കാരണം ദൃശ്യങ്ങൾ പരിശോധിച്ചവരിടത്ത് ഒരു പക്ഷേ വലിച്ചിഴച്ചുകൊണ്ട് അല്ലെങ്കിൽ ചവിട്ടുന്നു, അതൊന്നുമേ നമ്മൾക്ക് പരിശോധിച്ചപ്പോഴൊക്കെ തന്നെ അല്ലെങ്കിൽ നിലവിലെ ഘട്ടത്തിൽ ഇനിയൊരു അന്വേഷണം അല്ലെങ്കിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ IG ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുവരെയുടെ ഘട്ടത്തിലൊന്നും തന്നെ തെളിയിക്കപ്പെടാത്ത ഒരു രീതിയാണ്. ഇതൊക്കെ പൊലിപ്പിക്കപ്പെടുന്ന സ്വാഭാവികമായും ഇവിടെ ഒരു പൊതുവികാരം ഉണരുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ ചെറിയ പഴുതുകൾ പോലും ഉണ്ടായാൽ വലിയ രീതിയിൽ ചിത്രീകരിക്കപ്പെടും. അത് കാണാതെ പോകുന്നത് പോലീസിൻ്റെ ഒരു പിഴവാണോ? ഇത്തരം ഘട്ടങ്ങളിൽ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? അല്ല, പോലീസ് അവർ എത്രയോ ദിവസം മുമ്പാണ് അത് പ്രഖ്യാപിച്ചത് DGP ഓഫീസിലോട്ട് വരുമെന്ന്. DGP ഓഫീസിലേക്ക് ഇന്ന് വരെ ഒരു മാർച്ച് നമ്മൾ കേരളം കണ്ടിട്ടില്ല. അത് പോലീസിൻ്റെ അപജയം തന്നെയാണ്, പോലീസിൻ്റെ പരാജയം തന്നെയാണ്. അത് ഈ അമ്മയുടെ മോനെ ആത്മഹത്യ ചെയ്യുകയോ കൊല്ലുകയോ ചെയ്തെന്ന് പറയുന്ന അവിടെ മുതൽ ഇഷ്യൂ ആണ്. 90 ദിവസമായിട്ട് കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് പോയ കാര്യങ്ങൾ അവർ പറയുന്നത് കേൾക്കാനും അവരെ പോലീസിൻ്റെ സത്യസന്ധമായ അന്വേഷണങ്ങൾ എവിടം വരെയാണെന്നും എങ്ങനെയാണെന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താനും പോലീസിന് സാധിച്ചില്ല. പോലീസ് അവിടെ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അമ്മയും കുടുംബങ്ങളും തിരുവനന്തപുരത്ത് വന്നത്. അവരെ വന്ന സമയത്ത് അവർ തലേദിവസമാണെങ്കിൽ എപ്പോഴാണ് വന്നതെന്ന് പറഞ്ഞാൽ അവിടെ പോയി ഒരു DGP കണ്ടാലും ഇത് ഒഴിവാക്കാമായിരുന്നു. വേണ്ട, ഒരു IGO ഒരു ADGP റാങ്കിലുള്ളവർ പോട്ടെ, ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തട്ടെ. ഇതിനകത്ത് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതല്ല ഞാൻ നോക്കിയിട്ട് ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. ചർച്ചയിലേക്ക് ശ്രീ ജെയിംസ് വടക്കഞ്ചേരി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചില വൈകാരികമായി പെരുമാറുന്ന പോലീസ് സംവിധാനം, ആ വൈകാരികമായി, കാരണം ഇന്നലെ ഒരു IG പെരുമാറിയ രീതി, IG മനോജ് എബ്രഹാം അദ്ദേഹം പറഞ്ഞാൽ ആക്രോശിച്ച് വരുന്നതായി കാണിക്കുന്ന മാധ്യമങ്ങളിൽ, കാരണം ദൃശ്യമാധ്യമങ്ങൾ ഇത്രത്തോളം ഒരുപക്ഷെ വിപുലമായ സംവിധാനങ്ങളൊക്കെയുള്ള കാലത്തുകൂടി മാറ്റം എവിടെ നിന്നാണ് ഒരു പക്ഷേ തുടങ്ങേണ്ടത്? പോലീസ് സംവിധാനം തന്നെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണോ ഉള്ളത്? തീർച്ചയായിട്ടും. അതായത് മാറ്റം എവിടെ നിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഞാനത് പറയും, പോലീസ് ട്രെയിനിങ് കേന്ദ്രത്തിൽ നിന്ന് തന്നെ മാറ്റം തുടങ്ങണം. ഇപ്പം ഇന്ന് ഞാൻ കണ്ടു പോലീസ് അക്കാഡമിയിൽ നിന്നും പാസിംഗ് ഔട്ട് പരേഡിന് ഉള്ള ക്ഷണം. ഈ പാസിംഗ് ഔട്ട് പരേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരേഡിന് വളരെ പരേഡ് സെൻറ്റേഡ് ആയിട്ടുള്ളതായ ഒരു ട്രെയിനിങ് കൊടുത്ത് കണ്ടമാനം പേരെ വിടുമ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, പരേഡ് കൊണ്ട് നമ്മൾ ഈ തിരുവാതിര കളിക്കുന്ന 100-500 പേര് തിരുവാതിര കളിക്കുകയാണെങ്കിൽ അവരുടെ ആ സ്റ്റെപ്പ് കാണുമ്പോൾ ഒരു കണ്ണിന് കൗതുകം എന്ന പോലെ ഈ പരേഡൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കണ്ണിന് കൗതുകം ഉണ്ടാകും. പക്ഷേ അത് ഇൻവെസ്റ്റിഗേഷൻ എന്താ പ്രയോജനമുള്ളത്? മനുഷ്യരുമായിട്ട് ഇടപെടുന്ന കാര്യത്തിൽ പരേഡിനെ എങ്ങനെ സഹായിക്കാൻ പറ്റും? അപ്പോൾ ബ്രിട്ടീഷുകാർ പഠിപ്പിച്ചതായ ആ പരേഡും ആ മോബ് ഓപ്പറേഷൻ ടാക്ടിക്സും ആ അണാമഡ് കോമ്പാറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ചെയ്യുന്നതായ ആ പരേഡ് എല്ലാം നിർത്തിയിട്ട് എനിക്ക് തോന്നണത് നമ്മുടെ ഈ കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച ഒരു ഗൊറേ കമ്മിറ്റി ഉണ്ട്. അദ്ദേഹം പറയുന്നത്, ആ ഗൊറേ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ അവർ പറയുന്നത് പരേഡിനുള്ള അമിത പ്രാധാന്യം ഇല്ലാതാക്കുക. നമുക്ക് രാവിലെ അവർക്ക് ചില PT ഒക്കെ കൊടുത്ത് അവരിന്ന് ഫ്രഷ് ചെയ്തിട്ട് ഉച്ച തിരിഞ്ഞ് വേണമെങ്കിൽ 2 പീരീഡ് പറ്റുക പരേഡ് കൊടുക്കുക. ഇന്ന് അങ്ങനെയല്ല ചെയ്യുന്നത്. ഇന്ന് ഇപ്പോൾ ചെയ്യുന്നത് രാവിലെ നമ്മൾ ഒരു ട്രെയിനിങ് ക്യാമ്പിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിടന്ന് കാണിക്കുന്ന ബഹളവും അവിടെ കിടന്ന് കാണിക്കുന്ന ഓട്ടവും പരേഡും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ട് ഇത് ഇൻവെസ്റ്റിഗേഷന് എന്ത് പ്രയോജനമുള്ളത്? ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നതൊക്കെ ഇന്ന് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സംഗതികളാണ്. അതായത് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് മർഡർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആളുകൾ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ യോഗ്യരല്ല. ഇല്ല, ആശുപത്രി ചെന്നാൽ മൂക്ക് നോക്കുന്നവൻ ഹാർട്ട് നോക്കൂല, ഹാർട്ട് നോക്കുന്ന ഡോക്ടർ യൂറോളജി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞതുപോലെ ഈ സൈബർ ക്രൈം നോക്കുന്ന ഉദ്യോഗസ്ഥന് ഒരിക്കലും സ്ത്രീപീഡനം പോലെയുള്ളതായ കേസുകൾ അന്വേഷിക്കാൻ പറ്റില്ല. അപ്പോൾ കേസുകൾ പലതരമുള്ളത് അനുസരിച്ച് സ്പെഷ്യലൈസേഷൻ കൊടുത്തേ പറ്റൂ. ഇപ്പം നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി തന്നെ പോലീസ് യൂണിവേഴ്സിറ്റി തുടങ്ങുന്ന പ്ലാൻ ഇട്ടു, പക്ഷേ അതിന് വേണ്ടാന്ന് വെച്ചിരിക്കുക. അതൊക്കെ വലിയ ഒരു തെറ്റാണ് നമ്മളാ ചെയ്തത്. കാരണം യോഗ്യതയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ളതായ ആളുകൾ വരാനായിട്ടുള്ള സാഹചര്യം ഇല്ലാതാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അതുപോലെ തന്നെ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോഴ് ചോദ്യം ചെയ്യൽ വളരെ വികസിച്ചൊരു വൈജ്ഞാനിക ശാഖയാണ്. പക്ഷേ നമുക്ക് ചോദ്യം ചെയ്യാനായിട്ട് ഇപ്പോൾ 2 ആഴ്ച മുമ്പോ മറ്റോ ഒരാഴ്ച മുമ്പോ മറ്റോ ഇവിടെ ഒരു പുതിയ ഇൻട്രോഗേഷൻ റൂം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ സ്റ്റഡി ഉണ്ടാവും. ഇപ്പോഴാണ് ആദ്യമായിട്ട് വന്നേക്കുന്നത് ഈ ഓപ്പറേഷൻ തിയേറ്റർ. പക്ഷേ ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർ നേരെ വന്നിട്ടില്ല. അതായത് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഡോക്ടർ വേണ്ടേ? അവിടെയാണോ ശ്രീ ജോർജ് ജോസ്? കാരണം പോലീസ് വിങ്ങിലെ വലിയ തോതിലുള്ള, കാരണം അവിടെ സേനാംഗങ്ങളുടെ കുറവ്, വലിയ അംഗങ്ങളുടെ പരിമിതി മാത്രവുമല്ല, അതുകൊണ്ട് തന്നെയാണോ ഈ രാവിലെ കയറുന്ന ഉദ്യോഗസ്ഥരൊക്കെ വൈകിട്ട് വരെ, കാരണം ഉച്ചയ്ക്ക് പോലും ആഹാരം കഴിക്കാതെ നിൽക്കുന്ന പോലീസുകാരൊക്കെ തന്നെ ഉണ്ട്. അവരൊക്കെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരു പക്ഷേ ഒരു ഉദ്യോഗസ്ഥൻ
ചെയ്തൊരു കൃത്യം, വളരെ സർക്കാരിനെ വികലമായി ചിത്രീകരിക്കപ്പെട്ട ഒരു കൃത്യത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ വളരെ രാവിലെ മുഴുവൻ നിൽക്കുകയാണ്. പേഴ്സണൽ വ്യക്തിപരമായി പറയുമ്പോൾ അത്രത്തോളം മനസ്സ് മുരടിച്ച് മരവിച്ച് നിൽക്കുന്നു. അപ്പോൾ ഒരു ജാഗ്രത പോലും പാലിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു സമൂല മാറ്റം നേരത്തെ ശ്രീ ജെയിംസ് വടക്കഞ്ചേരി സൂചിപ്പിച്ചതുപോലെ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ, കാരണം കാലം ഇത്രയും പുരോഗമിച്ചു, ഇൻവെസ്റ്റിഗേഷൻ രീതി മാറണം. ഇതിനൊക്കെ തത്തുല്യമായ രീതിയിലേക്ക് ഉടച്ചു വാർക്കൽ എങ്ങനെ വേണം? എങ്ങനെ പഠനമാണ് ഇതിന് വേണ്ടത്? അല്ല, അടിസ്ഥാനപരമായിട്ട് പോലീസ് മാറിയേ പറ്റുള്ളൂ. അത് ട്രെയിനിങ് മുതൽ നമ്മൾ ഈ കാര്യം കൂലങ്കഷമായിട്ട് ചിന്തിച്ച് ആ ട്രെയിനിങ് മുതൽ അടിസ്ഥാനപരമായിട്ട് മാറിയേ പറ്റുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ എന്താണ് നടക്കുന്നതെന്ന് ഒരു സീനിയർ ഉദ്യോഗസ്ഥന് ഇന്ന് വരെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല, രാഷ്ട്രീയക്കാരും മനസ്സിലാക്കിയിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ലോ ആൻഡ് ഓർഡറും ക്രൈമും 2 വിങ് അത് ഉണ്ടാക്കി ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഏറ്റവും വലിയ മണ്ടത്തരമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ അതുകൊണ്ട് തെറ്റുകയാണ്. കാരണം ഞാനൊക്കെ പോലീസ് സ്റ്റേഷനിൽ SHO ആയിരുന്ന സമയത്ത് എൻ്റെ കീഴിലുള്ള സർവ്വ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം ഞാൻ നോക്കും. എൻ്റെ ലിമിറ്റിനകത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനാണ് അവന് ഉത്തരവാദി. ഇപ്പോൾ അങ്ങനെയല്ല. SI തോന്നുന്ന വഴി കൂടെ പോകും. അഡീഷണൽ SI 5-6 പേര് കാണും, ഗ്രേഡ് SI കുറേ പേര് കാണും, ASI ഗ്രേഡ് ASI വേറെ കാണും. പക്ഷേ ഒരു അക്കൗൺസിബിൾ, ഇത് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഒരു അക്കൗൺസിബിൾ ആണെങ്കിൽ അക്കൗൺസിബിൾ ടെസ്റ്റ് വേണം. ആ ടെസ്റ്റ് പാസ്സായവർക്ക് മാത്രമേ ഇൻവെസ്റ്റിഗേഷൻ്റെ ABC മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ മിക്കവാറും വനിതാ പോലീസാണ് FI സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത്. എന്ത് പരിചയത്തിലാണ് അവരെടുക്കുന്നത്? ഒരാളുടെ മൊഴി എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെർട്ടായിരിക്കണം അക്കൗൺസിബിൾ. മൊഴിയിൽ അവർ പറയുന്ന വിവരങ്ങൾ കൂടാതെ നമുക്ക് ചില ഒഫൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും വേറെ ചില കാര്യങ്ങളുമൊക്കെ അന്വേഷണത്തിന് സഹായമായ കാര്യങ്ങൾ ചേർക്കേണ്ടതുണ്ട്. അതൊരു അക്കൗൺസിബിൾ, വെറ്ററനായ ഒരു അക്കൗൺസിബിളിനെ പറ്റുള്ളൂ. അത് ഒരാൾ ഒരു മൊഴി രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് മൊഴിയാകല്ല, ആ മൊഴിക്ക് ബലം കുറയും. അതാണ് ഇന്ന് 10-15 വർഷമായിട്ട് പോലീസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി മൊഴി രേഖപ്പെടുത്താനുള്ള അക്കൗൺസിബിളിനുള്ള പരിശീലനം വേണം. അത് എക്സ്പീരിയൻസ് കൂടുന്തോറുമാണ് മൊഴി വളരെ റിഫൈൻഡായിട്ട് പോലീസ് എടുക്കും. വനിതാ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് അക്കൗൺസിബിൾ ചെയ്യുന്ന ഒരു വർക്ക് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ല. അതുപോലെ തന്നെ ഈ ഗ്രേഡ് SI ASI ഒക്കെ ഇപ്പം പോലീസ് സ്റ്റേഷൻ SHO ആണെന്ന് പറയുന്നുണ്ട്. ടെസ്റ്റ് പാസ്സായിട്ടുണ്ടോ? അവർ ടെസ്റ്റ് പാസ്സാകാത്തവർ ഗ്രേഡ് കൊടുത്തോ, ശമ്പളം വാങ്ങിച്ചോളൂ ഗ്രേഡ് അനുസരിച്ച്. പക്ഷേ ഒരു ഇൻവെസ്റ്റിഗേഷന് SHO ആകാൻ അവർ കോമ്പിറ്റൻ്റ് അല്ല. ക്രൈമിൽ ലോ ആൻഡ് ഓർഡർ ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. ക്രൈം SIയുടെ ഒരു പ്രതി അതിലൂടെ നടക്കുന്നുണ്ട്, ലോ ആൻഡ് ഓർഡർ SI അത് കാണിച്ചു കൊടുക്കണമെന്ന് പിടിക്കണമെന്നില്ല. ഇതൊക്കെ അടിസ്ഥാനപരമായ തെറ്റുകളാണ്. അതൊക്കെ ക്രൈംബ്രാഞ്ചിലും ഇന്റലിജൻസ് അങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഇതിലൊക്കെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ? അതോ നടത്തിയിട്ടും അല്ലെങ്കിൽ ഇവിടെ ഒരു വിലങ്ങുതടി എന്താണ്? ഇത്രത്തോളം അല്ലെങ്കിൽ വലിയൊരു കടമ്പയാണോ? നേരത്തെ ശ്രീ ജെയിംസ് വടക്കഞ്ചേരി സൂചിപ്പിച്ചതുപോലെ കേവലം 25 ലക്ഷം രൂപ അല്ലെങ്കിൽ ചിലവാക്കേണ്ട സ്ഥലത്ത് അതിന്നിപ്പോൾ പരിണമിച്ചിരിക്കുന്നത് വലിയ സർക്കാരിനെ അതിഭീമമായ ഒരു കണക്കുകൾ പരിശോധിച്ചാൽ എത്രത്തോളം ഇന്ന് ബാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ പിഴവുകൾക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വലിയ വില. അത് അവിടെ എന്താണ് ഇക്കാര്യത്തിൽ പ്രായോഗിക ബുദ്ധിമുട്ട് എന്താണ്? ഇത് ഒരു പരിശീലനം അല്ലെങ്കിൽ ഇതൊക്കെ ഒരു പക്ഷേ സർക്കാരുകൾ ഇച്ഛാശക്തിയോടുകൂടി നിലപാട് സ്വീകരിക്കേണ്ട, ആ നിലപാട് സ്വീകരിച്ച് അല്ലെങ്കിൽ അത് തുടർന്ന് വരുന്ന എന്തെങ്കിലും സാങ്കേതിക വിഷയമാണോ? എന്താണ് ഇവിടെ തടസ്സം? ഇവിടെ ഇപ്പം UDF വന്നാലും LDF വന്നാലും ശരി, പോലീസിൻ്റെ ഇമേജ് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇമേജ്, അത് യാതൊരു സംശയമില്ല. ഈ പോലീസാണ് ഗവൺമെൻറ്റിനെ നിലനിർത്തേണ്ടത്. അല്ലെങ്കിൽ അവിടെ മുഖ്യമന്ത്രിക്കോ മറ്റു മന്ത്രിക്കോ പോലീസിൻ്റെ അടുത്ത് നയപരമായ ഒരു കാര്യം പറയാമെന്നല്ലാതെ അതിനപ്പുറത്തോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല. പോലീസ് സ്റ്റേഷനിൽ UDF വരുമ്പം കുറേ പോലീസ് ഓഫീസേഴ്സിനെ ട്രാൻസ്ഫർ വാങ്ങിച്ചു, LDF വരുമ്പം ട്രാൻസ്ഫർ വാങ്ങിക്കും. പക്ഷേ ആ സീറ്റിലിരിക്കുന്നവർ നിയമപരമായ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാവുള്ളൂ, പ്രവർത്തിക്കാവുള്ളൂ. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശാസ്ത്രീയമായ കുറ്റാന്വേഷണങ്ങളും സത്യസന്ധമായ അന്വേഷണം നടത്താൻ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണം. അതിന് കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഞാൻ കാണുന്നത് DGPമാർ ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യുന്നില്ല. ഞാനൊക്കെ ഇരിക്കുന്ന സമയത്ത് VN രാജനെ ഞങ്ങൾക്കൊക്കെ പേടിയാണ്, കാരണം കൈ കിട്ടിയ പണി ചെയ്യും. KJ ജോസഫ് DGPയെ പേടിയാണ്, കാരണം അദ്ദേഹം നല്ല ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്ത പോലീസ് സ്റ്റേഷൻ നല്ല രീതിയിൽ പോകും. ജനങ്ങളുടെ മോശം പെരുമാറ്റത്തിന് അന്നേരം പണിഷ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇപ്പം അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ എല്ലാം പഞ്ചായത്താണ്. പോലീസ് സ്റ്റേഷനിലായാലും ശരി, രാഷ്ട്രീയക്കാരായാലും ശരി, അങ്ങനല്ല പോലീസ് പോകേണ്ടത്. പോലീസ് മാത്രം അവിടെ രാത്രി 4-5 ദിവസം അടുപ്പിച്ച് ജോലി ചെയ്താലും പ്രശ്നമൊന്നുമില്ല. പൂന്തറയൊക്കെ വെടിവെക്കുന്ന സമയത്ത് 6-7 ദിവസം കുളിക്കാതെ കക്കൂസി പോകാതെ അവിടെ പട്ടിണി കിടന്ന് ജീവിക്കുന്നവർ, അത് പോലീസിൻ്റെ ജോലിയാണ്, പോലീസിൻ്റെ ധർമ്മമാണ്. അത് ഈ സമൂഹത്തെ സംരക്ഷിക്കേണ്ടതിന് പോലീസിൻ്റെ കടമയാണ്. പോലീസിന് ഇപ്പം പറ്റിയിരിക്കുന്ന തെറ്റ് ഞാൻ പറയാം. പോലീസ് ട്രെയിനിങ് കോളേജിൽ പണ്ട് അവസാനത്തെ ബാച്ചുകാരാണ് ഇപ്പോഴത്തെ DYSPമാരെല്ലാം. പോലീസ് അക്കാഡമി വന്ന ശേഷമാണ് ഈ അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പോലീസ് അക്കാഡമിയിലെ ഫാക്കൽറ്റികളെ നോക്കിക്കോളൂ,
അവിടെ ഒരു LLBയോ LLMോ ഉണ്ടെങ്കിൽ പഠിക്കാൻ അങ്ങ് ചെല്ലുകയാണ്, സ്വാധീനം കൊണ്ട് അവിടെ പോയി പഠിപ്പിക്കുകയാണ്. അവർക്ക് എന്ത് എക്സ്പീരിയൻസ് ആണ്? വെറ്ററന്മാരായ ക്രിമിനൽ ലോയേഴ്സ് സംസ്ഥാനത്തുണ്ട്. സുപ്രീം കോടതി ലേറ്റസ്റ്റ് റൂളിംഗ് വരെ പഠിച്ച് കാണാപ്പാടം പഠിച്ച് നിൽക്കുന്ന വെറ്ററന്മാരുണ്ട്. അവർക്ക് നല്ല ഫീസ് കൊടുക്കണം. പോലീസിൻ്റെ 350 രൂപ മണിക്കൂറിനുള്ളതിന് അവർ വരില്ല. അവരെ കൊണ്ടുവരണം. അവരെ കൊണ്ടിട്ട് CRPC എവിഡൻസ് ആക്ട് IPCകൾ കൃത്യമായി പഠിപ്പിക്കണം. ഒരു ഡിഗ്രി അല്ലെങ്കിൽ LLB ഉണ്ട് LLM ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പഠിപ്പിക്കാൻ പോലീസുകാരെ പഠിപ്പിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ പഠിപ്പിക്കാനായിട്ട് ഞാനൊക്കെ കൽക്കട്ടയിലെ CDTS ട്രെയിനിങ് 6 മാസം പോയി കിടന്നയാളാണ്. അവിടെ എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷന് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ എത്ര പേര് ഇപ്പം ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്? ഇൻവെസ്റ്റിഗേഷൻ ലേറ്റസ്റ്റ് ടെക്നോളജി പഠിക്കാൻ എത്ര പേര് പോകുന്നുണ്ട്? കാസേരയിൽ ഉറഞ്ഞിട്ട് ഇവിടെ വിട്ടുപോകില്ല ആരും. അങ്ങനെ റിഫ്രഷർ കോഴ്സ് പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത്, പോലീസുകാർക്ക് മുതൽ SP-മാർ വരെയുള്ള റിഫ്രഷർ കോഴ്സ് നടക്കുന്നതെല്ലാം വെറും ഒരു അതര വ്യായാമം മാത്രമേ ഉള്ളൂ, പ്രായോഗികതയില്ല. ഞാനിപ്പോൾ ഒരു കാര്യം പറയാം, ജെയിംസ് വടക്കാഞ്ചേരിക്കും അറിയാം. ഈ ഗവൺമെൻറ്റും അതിന് തൊട്ടും മുമ്പും കഴിഞ്ഞ ഒരു 10-15 കേസുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. കാരണം നല്ല ഇൻവെസ്റ്റിഗേറ്റർ ആണെങ്കിൽ സയൻസ് പഠിച്ചവരായിരിക്കണം, നല്ല വക്കീലാണെങ്കിൽ സയൻസ് പഠിച്ചവരായിരിക്കണം, നല്ല ജഡ്ജ് ആണെങ്കിൽ സയൻസ് പഠിച്ചവരായിരിക്കണം. ഹിസ്റ്ററി, സോഷ്യോളജി, എക്കണോമിക്സ്, പൊളിറ്റിക്സ് 2 MA 3 MA ഉണ്ടെന്ന് പറഞ്ഞാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ മനസ്സിലാവില്ല. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, അതിനോട് കാരണം പരിശീലനത്തിലെ അക്കാഡമി വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞ രീതിയിൽ ഇത്തരത്തിലൊക്കെ പിഴവുകൾക്കാണോ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നത്? ഇന്നലത്തെ സംഭവം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കൂടി അവിടെ മനസ്സിലാക്കേണ്ടത്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ പല കേസുകളും താങ്കൾ കണ്ടിട്ടുണ്ട്, പോലീസിൻ്റെ ഒരു ഇടപെടൽ. അവിടെ ചില തെറ്റുകളാണെങ്കിൽ, ചെറിയ തെറ്റിന് വലിയ വില എന്ന് പറയുന്നത് ചെറിയ അർത്ഥത്തിലാണെങ്കിൽ പോലും മാധ്യമങ്ങളുടെ ഇത്ര അതിപ്രസരം, അവിടെ ഒരു സർക്കാരിൻ്റെ ഇമേജ്, നേരത്തെ ശ്രീ ജോർജ് ജോസ് സൂചിപ്പിച്ച പോലെ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രമുഖ കാതലായ ഭാഗം പോലീസ് സംവിധാനമാണ്. ഇത്തരത്തിലൊരു മാറ്റം ഇത് സർക്കാർ ഇടപെട്ട് അടിയന്തരമായി ചെയ്യേണ്ട അല്ലെങ്കിൽ വസ്തുതകൾ എങ്ങനെയായിരിക്കണം? തീർച്ചയായിട്ടും. അതായത് ഇതിനകത്ത് ഇപ്പോൾ അക്കാഡമിയുടെ കാര്യം പറഞ്ഞാൽ അതിനകത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ടിൽ അവർ പറയുന്നുണ്ട്, ഈ postings to the police training institutions are from those who are unwilling to work anywhere in the state or unwanted elsewhere. അത് വേറെ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമില്ല എന്ന് ഞങ്ങൾക്ക് വേണ്ട ആ പാർട്ടിയെ എന്ന് പറഞ്ഞ് തള്ളുന്നവരെയും വേറെ സംസ്ഥാനത്തിലെ ഏത് ഭാഗത്തും പോയി ജോലി ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തവരെയാണ് പോലീസ് ട്രെയിനിങ് സ്ഥാപനങ്ങളിലേക്ക് വിടുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് പോലീസ് ട്രെയിനിങ് സ്ഥാപനങ്ങളിലെ ഫാക്കൽറ്റി നമ്മൾ എടുത്തു നോക്കിയ പോലീസിൻ്റെ ഫാക്കൽറ്റി എടുത്തു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ പറയുന്നില്ല. അവർ പറയുന്നത് ഒരു റാങ്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ DYSP ആണോ പോലീസ് ട്രെയിനിങ് അക്കാഡമിയിൽ പഠിപ്പിക്കാമെന്നാണ് പറയുന്നത്. ഈ DYSP സംബന്ധിച്ചുകൊണ്ട് 20 കൊല്ലമൊക്കെ എടുക്കും. ഒരു SI ആയിട്ട് ഒരു DYSP 18-20 കൊല്ലമൊക്കെ എടുക്കും. അതിൻ്റെ ഇടയിൽ വേറെ പുസ്തകങ്ങളൊന്നും കാര്യമായിട്ട് വായിച്ചിട്ടുണ്ടാവില്ല, പഠിപ്പിക്കാനുള്ള പെഡഗോഗി അതുപോലുള്ളതായ ഒന്നും പഠിച്ചിട്ടില്ല. പെട്ടെന്ന് ഒരു ദിവസം പോലീസ് അവിടെ വരുന്നതൊക്കെ ഗ്രാജുവേറ്റ്സ്, ഡബിൾ ഗ്രാജുവേറ്റ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഒക്കെ ആയിട്ട് പിള്ളേർ. ഇവരെ പഠിപ്പിക്കാനായിട്ട് ഈ 10-18 വയസ്സ് ഈ വർഷക്കാലം യാതൊരു ബന്ധവുമില്ലാത്തതായ ഈ ഓഫീസറെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു പ്രൊഫസറാകാൻ പറ്റുമോ, പെട്ടെന്ന് ടീച്ചറാകാൻ പറ്റുമോ? അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അന്ന് മുതൽ അദ്ദേഹം അവിടുന്ന് എങ്ങനെയെങ്കിലും പോരാനായിട്ടുള്ള ശ്രമം നടത്തും. പോരാൻ ശ്രമം പറഞ്ഞാൽ ഞാനിവിടെ പഠിപ്പിക്കാൻ യോഗ്യനല്ല എന്ന് തെളിയിക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴെന്ത് പറ്റാലും മിക്കവാറും ആളുകൾ ഒരു ഓഫീസറുടെ ഫാക്കൽറ്റി എന്ന് പറഞ്ഞൊരു ഓഫീസറുടെ ഒരു പോലീസ് ട്രെയിനിങ് സ്ഥാപനത്തിലുള്ളതായ ടെനുവർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും 6 മാസം 7 മാസം അങ്ങനെയുള്ളതായ വെച്ച് ഉള്ളതായ പഠിപ്പിക്കലൊക്കെ കൊടുത്തു കഴിഞ്ഞാലൊന്നും പോലീസ് ശരിയാവില്ല. നമ്മളവിടെ UGC ഒക്കെ പറയും പോലെ ഉള്ളതായ യോഗ്യതയും അതിനുള്ളതായ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉള്ളതായ ആളുകളെ നമ്മൾ എടുത്തിട്ട് അവർക്ക് റിസർച്ച്, ലെക്ചറിങ് ഇങ്ങനെയൊക്കെയുള്ളതായ സംഗതികളൊക്കെ കൊടുത്ത് പോലീസ് ട്രെയിനിങ് സ്ഥാപനത്തെ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കി മാറ്റാതെ ഈ ഇരുട്ടുകൊണ്ട് ഓട്ടോടിക്കാൻ വലിയ കുറവ് തന്നെയാണ്. തീർച്ചയായിട്ടും സമൂല മാറ്റം തന്നെ ഉണ്ടാകണം എന്ന് തന്നെയാണ് ശ്രീ ജെയിംസ് വടക്കഞ്ചേരിയും ജോർജ് ജോസഫും പറയുന്നത്.